ആശയവിനിമയത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ആശയവിനിമയ മാതൃകകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തുടക്കക്കാരായതിനാൽ എല്ലാ മാതൃകകളും നിങ്ങൾക്കായി പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആശയവിനിമയ മാതൃകകളിൽ ലളിതമായ 2 എണ്ണം മാത്രമേ നിങ്ങളിപ്പോൾ പഠിക്കേണ്ടതുള്ളൂ. അവ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് അരിസ്റ്റോട്ടിലിന്റെ ആശയവിനിമയ മാതൃക. ആരായിരുന്നു അരിസ്റ്റോട്ടിൽ? ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുമുണ്ടാകാം. ഗ്രീക്ക് തത്വചിന്തയിലെ മഹാരഥന്മാരിൽ ഒരാളായിരുന്നു അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് തത്വചിന്തകൻ, ഗ്രീക്ക് പണ്ഡിതൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒട്ടനവധി വിഷയങ്ങളിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് റെറ്ററിക്, പ്രഭാഷണം എന്നർത്ഥം. റെറ്ററിക് എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അരിസ്റ്റോട്ടിലിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് റെറ്ററിക്. 2300 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം രചിച്ച കൃതിയാണിത്. പൊതുസ്ഥലത്തെ പ്രഭാഷണത്തിനാണ് ഇതിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. റെറ്ററിക്കിൽ ആശയവിനിമയത്തിന്റെ 5 ഘടകങ്ങൾ വിശദീകരിക്കുന്നു: പ്രഭാഷകൻ, പ്രഭാഷണം, അവസരം, പ്രേക്ഷകൻ, പ്രഭാവം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇത്തരത്തിലുള്ളൊരു ആശയവിനിമയ മാതൃക രൂപപ്പെട്ടു. മാതൃക തയ്യാറാക്കുമ്പോൾ കൃത്യമായി ഈ വാക്കുകൾ തന്നെ എഴുതാനായി ശ്രദ്ധിക്കണം. ആശയവിനിമയത്തിന്റെ ആദ്യത്തെ മാതൃകയായി കണക്കാക്കുന്നത് അരിസ്റ്റോട്ടിലിന്റെ ഈ മാതൃകയാണ്. We are discussing about the first model of communication, that is Aristotle's model of communication. Before getting into that model, you must know who was Aristotle. He was a Greek philosopher and a great scholar. He was the author of many books, including Rhetoric. Rhetoric means speech. This work focused more on public speaking. Around 2000 years ago, Aristotle, in his work Rhetoric, explained 5 elements that comprise the communication process. They are the speaker, that is the sender; the speech, that is a message; the audience, who are the receivers; the occasion, which is the context of the communication; and finally, the effect, which is the consequence of the communication process. Based on this concept, a communication model was later developed. Please make sure that you are writing the exact terms in this communication model, that is speaker, speech, occasion, audience, and effect. I hope it's clear for you. അടുത്തതായി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ രാഷ്ട്രീയ ഗവേഷകനായ ഹെറോൾഡ് ഡി ലാസ്വെല്ലിന്റെ ആശയവിനിമയ മാതൃകയാണ്. ആശയവിനിമയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളിൽ നിന്നാണ് ആശയവിനിമയ മാതൃക രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ലാസ്വെല്ലിന്റെ സൂത്രവാക്യം എന്നറിയപ്പെടുന്നു. ഈ സൂത്രവാക്യത്തിലെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആര്, എന്ത് പറയുന്നു, ഏത് മാധ്യമത്തിലൂടെ, ആരോട്, എന്ത് ഫലത്തോടെ. ലാസ്വെല്ലിന്റെ മാതൃകയിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായ 5 ഘടകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്: പ്രേക്ഷകൻ, സന്ദേശം, മാധ്യമം, സ്വീകർത്താവ്, പ്രഭാവം. ഇതാണ് ഈ 5 ഘടകങ്ങൾ. ആരാണ് ഇവിടെ ആശയവിനിമയത്തിന് തുടക്കമിടുന്നത്? ആ വ്യക്തിയെ പ്രേക്ഷകൻ എന്ന് പറയാം. എന്താണ് പറയുന്നത്? അതാണ് സന്ദേശം. ഏത് മാധ്യമത്തിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്? ഇവിടെ മാധ്യമം എന്ന ഘടകത്തിനാണ് മുൻതൂക്കം. ആരോട് ആണ് ആശയവിനിമയം നടത്തുന്നത്?
ആ വ്യക്തിയാണ് സ്വീകർത്താവ്. എന്ത് ഫലമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിനെ പ്രഭാവമായി കണക്കാക്കാം. Let's have a look at Lasswell's model of communication. Harold D. Lasswell, an American political scientist, states that the convenient way to describe an act of communication is to answer these questions. The questions are: who says what, in which channel, to whom, with what effect. The description of communication in question format is popularly known as Lasswell's formula of communication. This is the graphical representation of Lasswell's formula. In this model, who refers to the communicator who formulates the message. What refers to the content of the message. Channel indicates the medium of transmission. Whom describes the audience of communication. And effect is the outcome of the message. കഴിഞ്ഞ വീഡിയോയിലൂടെ ആശയവിനിമയത്തിൻ്റെ വളരെ ലളിതമായൊരു നിർവചനം നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഇനി നമുക്ക് മറ്റൊരു നിർവചനം കൂടി പഠിക്കാം. ഈ നിർവചനം നൽകിയത് ആശയവിനിമയ പണ്ഡിതനായ ജോസഫ് എ ഡെവിറ്റോ ആണ്. അരിസ്റ്റോട്ടലിൻ്റെയും ലാസ്വെല്ലിൻ്റെയും ആശയവിനിമയ മാതൃകകളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ആശയവിനിമയത്തെ ഇപ്രകാരം നിർവചിച്ചത്. ഒരു നിശ്ചിത സന്ദർഭത്തിൽ ഒന്നോ അതിലധികം വ്യക്തികളോ തമ്മിൽ ബാഹ്യതടസ്സങ്ങൾ നിലനിൽക്കെ തന്നെ പ്രതികരണ സാധ്യതയോടെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആശയവിനിമയം. ഇതിൽ ഓരോ വരിയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിശ്ചിത സന്ദർഭത്തിൽ ആശയവിനിമയം നടക്കണമെങ്കിൽ ഒരു സന്ദർഭം അഥവാ സാഹചര്യം ഉണ്ടായിരിക്കണം. ഓരോ സാഹചര്യത്തിലും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് അഥവാ ആശയവിനിമയം നടത്തുന്നത്. കല്യാണം നടക്കുന്ന വീട്ടിലും മരണം സംഭവിച്ച വീട്ടിലും രണ്ട് രീതിയിലാണല്ലോ ജനങ്ങൾ പെരുമാറുന്നത്. ഇനി അടുത്ത വരി നോക്കാം. ഒന്നോ അതിലധികം വ്യക്തികളോ. ഇവിടെ ആശയങ്ങൾ അയക്കാനും സ്വീകരിക്കാനുമുള്ള വ്യക്തികളെയാണ് പരാമർശിക്കുന്നത്. ചിലപ്പോൾ സന്ദേശം അയക്കുന്നതും സ്വീകരിക്കുന്നതും ഒരു വ്യക്തി തന്നെയാകാം. പിന്നീട് എന്താണ് പറയുന്നത്? ബാഹ്യ തടസ്സങ്ങളെ കുറിച്ചാണ്. തടസ്സങ്ങൾ പല തരത്തിലുണ്ട്. വിശദമായി പിന്നീട് പഠിക്കാം. എന്നാലും ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ജോലിക്കായുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഭയം. ഭയത്തിൻ്റെ തോതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിനും വ്യത്യാസം വരാം. ഇവിടെ ഭയം എന്നുള്ളത് ഒരു നോയ്സ് ആണ് അഥവാ തടസ്സമാണ്. അടുത്തത് നോക്കാം. പ്രതികരണ സാധ്യതയോടെ. സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മറുപടിയാണ് പ്രതികരണം. പ്രതികരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തത് സന്ദേശം കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആശയവിനിമയം. അത് വളരെ വ്യക്തമാണ്. ഈ ഒരു നിർവചനം ആദ്യം നിങ്ങൾക്ക് അല്പം സങ്കീർണമായി തോന്നാം. ഇത് മനസ്സിലാക്കി പല ആവർത്തി വായിച്ചാൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ പഠിക്കാനായി സാധിക്കും. Now let's move on to a well-accepted definition for communication given by a communication scholar, Joseph A. DeVito. This definition was based on Aristotle's and Lasswell's models of communication. DeVito defined communication as the act by one or more persons of sending and receiving messages distorted by noise within a context and some opportunity for feedback. This definition is widely accepted mainly because it focuses on the main elements of communication like sender, receiver, message, context, noise, and feedback.
Now it's question time.